മണ്ണന്തലയിൽ വൃദ്ധനെ സഹോദരിയുടെ മകൻ തലക്കടിച്ചു കൊന്നു. അമ്പഴംകോട് സ്വദേശി സുധാകരനാണ് കൊല്ലപ്പെട്ടത്. സഹോദരി പുത്രനായ രാജേഷ് സുധാകരനെ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കടിക്കുകയായിരുന്നു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു കൊലപാതകം. സുധാകരന്റെ അമ്പഴംകോട്ടെ വീട്ടിൽ ക്രിക്കറ്റ് ബാറ്റുമായി എത്തിയ രാജേഷ് സ്വത്തിനെ ചൊല്ലി വഴക്കിട്ടു. അവിവാഹിതനായ സുധാകരന്റെ പേരിലുള്ള വസ്തുക്കൾ തനിക്ക് എഴുതി നൽകണമെന്നായിരുന്നു ആവശ്യം. തർക്കം മൂർച്ഛിച്ചതോടെ കയ്യിലുണ്ടായിരുന്ന ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് രാജേഷ് സുധാകരന്റെ തലക്കടിച്ചു വീഴ്ത്തി. മദ്യലഹരിയിൽ മരണം ഉറപ്പിക്കും വരെ 80കാരന്റെ തലയിൽ ആവർത്തിച്ചടിച്ചു. ഇരുവരും തമ്മിലുള്ള വാക്കേറ്റം പതിവായിരുന്നതിനാൽ വീട്ടിലെ മറ്റംഗങ്ങൾ പുറത്തേക്ക് വന്നിരുന്നില്ല. സുധാകരന്റെ മൃതദേഹം വീട്ടുമുറ്റത്തു നിന്നും മാറ്റി ചോര പുരണ്ട ക്രിക്കറ്റ് ബാറ്റ് രാജേഷ് കഴുകുന്നതിനിടെയാണ് കൊലപാതക വിവരം മറ്റുള്ളവർ അറിയുന്നത്. മണ്ണന്തല പോലീസിനെ വിവരമറിയിച്ച ശേഷം ബന്ധുക്കൾ സുധാകരനെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതിനിടെ രാജേഷ് രക്ഷപ്പെടുകയും ചെയ്തു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടി. നേരത്തെ അടിപിടി, പടക്കമേറ് തുടങ്ങിയ നിരവധി കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് രാജേഷ്. കൊല്ലപ്പെട്ട സുധാകരന്റെ സഹോദരി വിനോദിനി 5 ദിവസം മുൻപ് മരിച്ചിരുന്നു. ഇതിന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.